അപ്പൊ നമുക്കറിയാം ഈ സൈലന്റ് വാലി മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ എവിടെയാണ്? കേരളത്തിലാണ് നടന്നിട്ടുള്ളത്. അപ്പൊ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന കുന്തിപ്പുഴ എന്ന ഒരു റിവറിൽ, കാരണം ഇത്രയും വർഷങ്ങളായിട്ടും ഇതേ ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ടീച്ചിങ് എക്സാംസ് യൂട്യൂബ് ചാനൽ. നമ്മൾക്ക് ഇന്ന് നോക്കാനുള്ളത് സെറ്റ് എക്സാമിന്റെ, അതായത് 2024 ജനുവരിയിൽ റീസെന്റ് നടന്ന സെറ്റ് എക്സാമിന്റെ ജനറൽ പേപ്പറിന്റെ GK ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫ് ആയിരുന്നു എന്ന് എല്ലാവർക്കും തോന്നി കാണും. അത് യൂഷ്വലി വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ അതിൽ റിപ്പീറ്റ് ഉണ്ട്, നമുക്കറിയാം, നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ മിക്കവാറും ചോദ്യങ്ങളൊക്കെ തന്നെ മാച്ച് ദ ഫോളോയിങ് എന്നുള്ള രീതിയിലാണ് തന്നിരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡിഫിക്കൽറ്റി ലെവൽ കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്തു. കാരണം അത് ടൈം കൺസ്യൂമിംഗ് ആണല്ലോ മാച്ച് ചെയ്ത് വരുമ്പോഴത്തേനും. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് കൂടുതലായിട്ട് ഫീൽ ചെയ്തത്. അപ്പൊ നമുക്ക് ആ ചോദ്യങ്ങളുടെ ഒരു എക്സ്പ്ലനേഷനും ആ ക്വസ്റ്റ്യൻസും ഒക്കെ ഒന്ന് നോക്കി പോകാം. അപ്പൊ എല്ലാവർക്കും ആൻസർ കീ ഒക്കെ കിട്ടി കാണും, എന്താ എഴുതിയതെന്ന്, മാർക്ക് എങ്ങനെയാന്നൊക്കെ എല്ലാവർക്കും ഒരു ഐഡിയ വന്നു കാണും. അപ്പൊ നമുക്ക് ആ ഒരു GK പാർട്ടിലുള്ള ചോദ്യങ്ങള് നമുക്കൊന്ന് നോക്കി പോകാം. അപ്പൊ അതില് എക്സ്പ്ലനേഷൻ ആവശ്യമായ ചില ചോദ്യങ്ങളുണ്ട്. അപ്പൊ അവയെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ചിലത് നിങ്ങൾക്കറിയാം, കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാവുമ്പോൾ നമുക്ക് അസ് യൂഷ്വൽ എല്ലാ എക്സാമിനും പോലെ തന്നെ സെറ്റ് എക്സാമിനും GK പാർട്ടിൽ എന്ത് വരും? കറണ്ട് അഫയേഴ്സ് വരും. പക്ഷെ അത് ഈ കൊല്ലം വരുന്ന ചോദ്യം ആയിരിക്കില്ല അടുത്ത തവണ വരുന്നത്. അതിങ്ങനെ മാറി മാറി കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ഇത് യൂഷ്വലി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഈ ചോദ്യം എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്ന ചോദ്യം തന്നെയാണ്. അത് സൈലന്റ് വാലി മൂവ്മെന്റ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ, തെഹ്രി ഡാമിന്റെ മൂവ്മെന്റ് അഗേൻസ്റ്റ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്, ചിപ്കോ മൂവ്മെന്റ്, ഇതാണ് അവിടെ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോ ഇത് എന്തൊക്കെയാണ്, എന്തിന് അഗേൻസ്റ്റ് ആണ് എന്നുള്ളതാണ് നമ്മളുടെ ഈ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി മാച്ച് ചെയ്യുക. അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും ആൻസേഴ്സ് മാച്ച് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് വീണ്ടും ABCD ഓപ്ഷൻസ് തന്നിരിക്കുന്നു, അത് നമ്മൾ അവിടെ ചെക്ക് ചെയ്ത് പോകണം. അപ്പൊ നമുക്കറിയാം ഈ സൈലന്റ് വാലി മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ എവിടെയാണ്? കേരളത്തിലാണ് നടന്നിട്ടുള്ളത്. അപ്പൊ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന കുന്തിപ്പുഴ എന്ന ഒരു റിവറിൽ നമ്മളൊരു പാത്രക്കടവ് എന്ന പേരിലുള്ള ഒരു അണക്കെട്ട് കെട്ടാനായിട്ട് പ്രൊജക്ട് വന്നിരുന്നു. അപ്പൊ നമ്മുടെ വൈദ്യുതി സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു KSEBയുടെ ഒരു പ്രൊജക്ട് ആയിരുന്നു അത്. അപ്പൊ ആ ഒരു പദ്ധതി നടപ്പിലാക്കിയാൽ ടോട്ടൽ എൻവയോൺമെന്റിന് തന്നെ ഡാമേജ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന പദ്ധതിക്ക് എതിരായിട്ട് പ്രവർത്തിച്ചു. അതുപോലെ നർമ്മദ ബച്ചാവോ ആന്തോളൻ, നർമ്മദ നദിയിൽ കെട്ടുന്ന ഡാമുകൾ, അത് പ്രത്യേകിച്ചും സർദാർ സരോവർ ഡാം, അതിന് അഗേൻസ്റ്റ് ആയിട്ട് മേധ പട്കർ എന്ന ലേഡി നേതാവിന്റെ കീഴിലാണ് ഈ നർമ്മദ ബച്ചാവോ ആന്തോളൻ നടത്തിയിട്ടുള്ളത്. അതുപോലെ തെഹ്രി ഡാം കോൺഫ്ലിക്ട്. അപ്പൊ ഈ തെഹ്രി ഡാം ഒക്കെ പണിത് വന്നു കഴിഞ്ഞാലും എന്ത് പറ്റും? എക്കോസിസ്റ്റത്തിന്, വീക്ക് എക്കോസിസ്റ്റത്തിന് ഒരുപാട് കേടുപാട് സംഭവിക്കുമായിരുന്നു. അപ്പൊ ഇവിടെ നർമ്മദ ബച്ചാവോ ആന്തോളൻ ആണെങ്കിലും തെഹ്രി ഡാം കോൺഫ്ലിക്ട് ആണെങ്കിലും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഡാം പണിയുമ്പോൾ ചുറ്റുവട്ടമുള്ള ഒരുപാട് സസ്യലതാദികളും എല്ലാം തന്നെ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകും. അപ്പൊ അതിനെ ആശ്രയിച്ച് കഴിയുന്ന ആദിവാസി വിഭാഗങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരുപാട് ജീവജാലങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും, അല്ലെ? അപ്പൊ ടോട്ടലി നമ്മുടെ ഒരു എൻവയോൺമെന്റൽ സിസ്റ്റത്തിന് തന്നെ ഡ്രോബാക്ക് വരും. അപ്പൊ അതാണ് തെഹ്രി ഡാം മൂവ്മെന്റ് ആണെങ്കിലും നർമ്മദ ബച്ചാവോ ആന്തോളൻ ആണെങ്കിലും അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ചിപ്കോ മൂവ്മെന്റ്, അത് ഒട്ടിപ്പിടിക്കുക, അതാണ് ചിപ്കോ എന്നുള്ള വാക്കിന്റെ അർത്ഥം. സുന്ദർലാൽ ബഹുണ കൊണ്ടുവന്ന ഒരു മൂവ്മെന്റ് ആണ് ചിപ്കോ മൂവ്മെന്റ്. മരങ്ങളെ കെട്ടിപ്പിടിച്ച് നിൽക്കുക, അത് മുറിക്കാതിരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ് ചിപ്കോ മൂവ്മെന്റ് നടന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾക്ക് ഇതിന്റെ ഓപ്ഷൻസ് ഒക്കെ അറിയാൻ പറ്റും. അഗെയിൻസ്റ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ടൗൺ ഇൻഹാബിറ്റൻസ് ആൻഡ് ദ എൻവയോൺമെന്റൽ കോൺസിക്വൻസ് ഓഫ് ദ വീക്ക് എക്കോസിസ്റ്റം, പ്രൊട്ടക്ടിങ് എവർഗ്രീൻ ഫോറസ്റ്റ് ഫ്രം ബീങ് ഡിസ്ട്രോയ്ഡ് ബൈ എ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്. ഇത് A ആയിട്ട് മാച്ച് ചെയ്യാനുള്ളതാണ്. ട്രീ ഹഗ്ഗിങ് ചിപ്കോ മൂവ്മെന്റ് ആണ്. ലാർജ് ഡാംസ് ബി ബിൽറ്റ് അക്രോസ് നർമ്മദ റിവർ, നർമ്മദ ബച്ചാവോ ആന്തോളനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പൊ ആൻസർ നമുക്ക് അറിയാൻ പറ്റും. അതിനോടനുബന്ധിച്ച് ഇനി നെക്സ്റ്റ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമോ ഇല്ലയോ, അതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ എന്തായാലും വരും. കാരണം ഈ എൻവയോൺമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് വേൾഡ് ലെവലിലുള്ള എൻവയോൺമെന്റൽ സമ്മിറ്റുകളെ കുറിച്ചിട്ടും ഇന്ത്യയിലുള്ള എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ മൂവ്മെന്റ്സിനെ കുറിച്ചും ഷുവർ ആയിട്ടും GK പാർട്ടിൽ സെറ്റിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. കാരണം ഇത്രയും വർഷങ്ങളായിട്ടും ഇതേ ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ആവശ്യമുള്ളവർക്ക് നോട്ടായിട്ട് അത് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ ക്ലാസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. അപ്പൊ ഭാഗീരഥി റിവറിലാണ് തെഹ്രി ഡാം കെട്ടിയിരിക്കുന്നത്. അത് ഉത്തരാഖണ്ഡിലാണ്, നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് ഡാമാണ്. അതൊക്കെ ഒരു കോമൺ GKയുടെ ഭാഗമായ കാര്യങ്ങളാണ്. പിന്നെ നർമ്മദ ബച്ചാവോ ആന്തോളൻ നമ്മളുടെ മേധ പട്കറിന്റെ മൂവ്മെന്റ് ആണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പിക്കോ മൂവ്മെന്റ് ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് എടുക്കുക. 1983 അപ്പിക്കോ മൂവ്മെന്റ്. അത് പാണ്ഡുരംഗ ഹെഗ്ഡെ കർണാടകയിൽ നയിച്ചിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഇതിനു മുൻപും സെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നവധാന്യ
അത് വന്ദന ശിവ, അതും കർണാടക തന്നെയാണ്. നവധാന്യ പ്രസ്ഥാനം വന്ദന ശിവയാണ് നേതാവ്, കർണാടക സ്റ്റേറ്റ് ആണ്. ഇനി 1987 ആണ് ഇതിന്റെ ഇയർ. സുന്ദർലാൽ ബഹുഗുണ, എപ്പോഴും നമുക്കറിയാം സുന്ദർലാൽ ബഹുഗുണ ജിപ്കോ പ്രസ്ഥാനവുമായിട്ടും തെഹരി ഡാം ഇഷ്യൂ ആയിട്ടൊക്കെ കണക്ട് ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഉത്തരാഖണ്ഡ് ആണ് നമ്മുടെ സംസ്ഥാനം. പിന്നെ KM മുൻഷി, വനമഹോത്സവത്തിന്റെ ഫാദർ ഓഫ് വനമഹോത്സവ് KM മുൻഷിയാണ്. ഇത്രയും പോയിന്റുകൾ അവിടെ എക്സ്ട്രാ നോക്കി വെക്കുക, വീണ്ടും എക്സാമിന് ഇത് വരികയും ചെയ്യും. അടുത്ത ചോദ്യം നോക്കാം. ദ 5-year പ്ലാൻ നോൺ as ദ കേരള മോഡൽ ഡെവലപ്മെന്റ് പ്ലാൻ. ഇവിടെ എക്കണോമിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവ നമ്മുടെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും 5-year പ്ലാൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു മേഖലയാണ്. പക്ഷെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഓരോ പ്ലാൻ മാറ്റി മാറ്റി ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇത്തവണ ചോദിച്ചിരിക്കുന്നത് ആൻസർ ഞാൻ പറയാമേ, ഇത് 10th പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ഇവിടെ ES പ്ലാൻ തന്നിരിക്കുന്നത് കണ്ടോ, ഇതും നിങ്ങൾ അടുത്ത എക്സാമിന് പോകുമ്പോൾ പഠിച്ചുകൊണ്ട് പോകണം. 1997 to 2002 9th പ്ലാൻ, 2002 to 2007 10th പ്ലാൻ, 2007 to 2012 11th പ്ലാൻ, അതുപോലെ 12th പ്ലാൻ നോക്കിക്കേ 2012 to 2017. നമുക്കിനി വേറെ 5-year പ്ലാൻ ഇല്ല. ഇത്രയും വരെയാണ് 5-year പ്ലാൻ നമുക്കുള്ളൂ. എത്ര ഉള്ളൂ? 12 എണ്ണമാണ് ഉള്ളത്. അപ്പൊ 12th വൺ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് അത് വെച്ചിട്ടാണ് എക്സാമിന് ചോദ്യം വരിക. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള പ്ലാൻ ഏതാണ്? അത് 12th പ്ലാൻ ആണ്. അതുപോലെ ഇൻക്ലൂസീവ് ഗ്രോത്ത്, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് 11th പ്ലാൻ ആണ്. അതുപോലെ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് എഡ്യൂക്കേഷൻ പ്ലാൻ ഓഫ് ഇന്ത്യ. 10th പ്ലാൻ ആണ് എന്തറിയുന്നത്? കേരള മോഡൽ ഡെവലപ്മെന്റ്. അതായത് ഇപ്പൊ നമ്മളുടെ ഇപ്പൊ 10th പ്ലാന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നാഷണൽ ഇൻകം ഗ്രോത്ത്, പോവർട്ടി ഇറാഡിക്കേഷൻ, അതുപോലെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടാം, അത്തരം കുറച്ച് കാര്യങ്ങളാണ് 10th പ്ലാന്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കുക, അത്തരം കാര്യങ്ങളാണ് വരിക. അപ്പൊ എന്നിരുന്നാൽ തന്നെ 10th പ്ലാനിൽ ഹോൾ ഇന്ത്യ ഒരു കേരള മോഡൽ ഡെവലപ്മെന്റ് പ്ലാൻ കൂടി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തീരുമാനിച്ചായിരുന്നു. അപ്പൊ അത് എന്താ വെച്ച് കഴിഞ്ഞാല് കേരളത്തില് ഹ്യൂമൻ റിസോഴ്സിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആ സമയത്തൊക്കെ കൂടുതലാണ്. എഡ്യൂക്കേഷൻ, ഹെൽത്ത് മുതലായ കാര്യങ്ങളിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആ സമയത്ത് കൂടുതലായിരുന്നു. അപ്പൊ അത് കേരള എക്കണോമിക്ക് ഗ്രോത്ത് കൊടുത്തിരുന്നു, റാദർ ദാൻ എനി ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ്. സോ അപ്പൊ ആ ഒരു മോഡല് ഓൾ ഇന്ത്യ കൊണ്ടുവരാനായിട്ടൊക്കെ തീരുമാനിക്കുകയും ഇപ്പൊ NRHM പോലുള്ള നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ പോലുള്ള പദ്ധതികൾ ഓൾ ഇന്ത്യ ലോഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട്. ഇതാണ് ആ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ 9th പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇവിടുത്തെ പീപ്പിൾസ് പ്ലാൻ എന്ന് അറിയപ്പെടുന്ന ഒന്നാണ്. കാരണം മിക്കവാറും സ്റ്റേറ്റുകളിലൊക്കെ 3-tier പഞ്ചായത്ത് രാജ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുകയും കുറച്ചും കൂടി ഭരണം, അഡ്മിനിസ്ട്രേഷൻ ജനകീയമാവുകയും ഒക്കെ ചെയ്തായിരുന്നു. അപ്പൊ പ്ലാൻ ഇംപ്ലിമെന്റേഷൻ ലോക്കൽ ബോഡികൾ വഴി കുറെ കൂടി സ്മൂത്ത് ആയിട്ട് നടക്കുന്ന ഒരു സമയമാണ് 9th പ്ലാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പീപ്പിൾസ് പ്ലാൻ അല്ലെങ്കിൽ ജനകീയ പദ്ധതി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് മൊത്തം എത്ര 5-year പ്ലാൻ ഉണ്ട്? 12th 5-year പ്ലാൻ വരെയാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ പ്ലാനിംഗ് കമ്മീഷൻ എന്നുള്ള ആ 5-year പ്ലാൻ കണ്ടക്ട് ചെയ്യുന്ന രീതി മാറ്റിയിട്ട് നമുക്കിവിടെ നീതി ആയോഗ് എന്ന് പറയുന്ന പുതിയ സിസ്റ്റം വന്നു. ഓക്കെ, അപ്പം 12th പ്ലാന്റെ ഡ്യൂറേഷൻ നോക്കി ചിലപ്പോൾ അടുത്ത സെറ്റ് എക്സാമിന് ഈ ഓപ്ഷൻ ഡിയിൽ നിന്നായിരിക്കും ചോദ്യം വരുന്നത്. 2012-2017 12th പ്ലാൻ, അത് ഡ്യൂറേഷൻ നോക്കി വയ്ക്കാം. അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഫാസ്റ്റർ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എലോങ് വിത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൂടുതൽ സ്ട്രെസ് കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള കൺസെപ്റ്റിനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാത്സ് ലിസ്റ്റ് 1 ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അസോസിയേഷൻസ് റിലേറ്റഡ് ടു ഗാന്ധിജി വിത്ത് ലിസ്റ്റ് 2. അപ്പൊ ഇത് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. ഗാന്ധിജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അത് എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇത് ഏകദേശം ഒരു കോമൺ ഒരു GK എല്ലാവർക്കും അറിയാവുന്ന ഒരു കണ്ടന്റ് ആണ്. ഇപ്പൊ ഗാന്ധി മെമ്മോറിയൽ ലെപ്രസി ഫൗണ്ടേഷൻ, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ, സബർമതി ആശ്രം, ഗാന്ധി ഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതൊക്കെ എവിടെ ഇരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് A3 B1 C4 D2 എന്ന് പറയുന്ന ഓപ്ഷൻ D ആണ് അവിടെ ആൻസർ വന്നിരിക്കുന്നത്. അപ്പൊ ഗാന്ധി മെമ്മോറിയൽ ലെപ്രസി ഫൗണ്ടേഷൻ വാർദ്ധയിലാണ്. അതുപോലെ ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. സബർമതി ആശ്രം എല്ലാവർക്കും അറിയാം, അത് അഹമ്മദാബാദിലാണെന്ന്. ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിണ്ടിഗൽ. അപ്പൊ അത്രയും പോയിന്റ് അവിടെ നമ്മൾ ബൈഹാർട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഓരോ ഇപ്പൊ ഇതുപോലെ തന്നെ മറ്റു പല സ്ഥാപനങ്ങളും തന്നിട്ട് ചോദിക്കാം എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ ചിലപ്പോൾ അത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് സെന്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണവോർജവുമായിട്ട് ബന്ധപ്പെട്ടതോ സ്പേസ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടതോ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളായിരിക്കും. അപ്പം ഓരോ പരീക്ഷയ്ക്കും അത് മാറി മാറി ചോദിച്ചുകൊണ്ടിരിക്കും. According to Article 359 of Indian Constitution, which article of it cannot be eliminated under any circumstances, even during an emergency? ഇതാണ് അടുത്ത ചോദ്യം. ഇവിടെ
എമർജൻസിയെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ. അതായത് എമർജൻസി എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്ത് എന്തെങ്കിലും കാര്യമായ പ്രശ്നം, അതായത് വാറ് അല്ലെങ്കിൽ ടോട്ടലി ഒരു ആംഡ് റെബല്യൻ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, എക്സ്റ്റേണൽ അഗ്രഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ നാട്ടിൽ എന്ത് പ്രഖ്യാപിക്കും? നമ്മളുടെ ഇവിടെ പ്രസിഡന്റ് ആണ് എമർജൻസി പ്രഖ്യാപിക്കുന്നത്. അപ്പൊ എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ചിലത് ഓട്ടോമാറ്റിക്കലി കട്ടാവും. അതായത് ഇന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് കട്ടാക്കിയതായിട്ട് പ്രഖ്യാപിക്കും. പ്രത്യേകിച്ച് ഇപ്പൊ ആർട്ടിക്കിൾ 19 പോലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം പോലുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഇവിടെ ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വെച്ച് കട്ട് ചെയ്യാൻ പറ്റാത്തത് എമർജൻസിയിൽ? അതാണ് ചോദ്യം. അപ്പോ ആൻസർ വരുന്നത് ഇപ്പൊ നോക്കി, ആർട്ടിക്കിൾസ് 20, 21, 23, 24, 30, 31, 12 to 35 ഇത്രയും തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ആർട്ടിക്കിൾ 12 തുടങ്ങി 35 വരെ നമുക്ക് കിടക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ള ഒരു ഭാഗത്താണ്. അതായത് പാർട്ട് 3യിലാണ് ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ, ഈ നമ്പേഴ്സ് എല്ലാം തന്നെ ആർട്ടിക്കിൾസിന് വരുന്നത്. അപ്പൊ മനസ്സിലായി, ഫണ്ടമെന്റൽ റൈറ്റിന്റെ എവിടെയോ ആണ് ഈ പറയുന്ന 2 ആർട്ടിക്കിൾ വരുന്നതെന്ന് ആദ്യം മനസ്സിലാക്കാം. ആൻസർ പറയുവാണെങ്കിൽ ആർട്ടിക്കിൾസ് 20 and 21 ആണ്. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആർട്ടിക്കിൾ 20 എന്താണ്, 21 എന്താണ്, അതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടത്. ചിലപ്പോൾ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിരിക്കും അടുത്ത എക്സാമിന് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ. പ്രസിഡന്റ് ആണ് ഇന്ത്യയിൽ എന്ത് പ്രഖ്യാപിക്കുന്നത്? എമർജൻസി പ്രഖ്യാപിക്കുന്നത്. ഒരു എക്സ്റ്റേണൽ അഗ്രഷൻ വരികയോ വാർ വരികയോ ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ നാടിന്റെ അകത്ത് സായുധ കലാപങ്ങൾ, ആംഡ് റെബല്യൻ നടക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിലാണ് എമർജൻസി പ്രഖ്യാപിക്കാം. അപ്പൊ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഒരു എടുത്തിരിക്കുന്ന എമർജൻസി റിലേറ്റഡ് കൺസെപ്റ്റ്. അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യുന്ന രീതി, അത് വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ, ജർമ്മനിയുടെ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? കടമെടുത്തിരിക്കുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 20 എന്താന്ന് നോക്കി കഴിഞ്ഞാല് പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ് എന്നാണ്. അതായത് ഒരാള് ക്രിമിനൽ കേസുകൾ ശിക്ഷിക്കുമ്പോൾ, ഒരു കാര്യം ചെയ്യുമ്പോൾ അയാൾക്കത് കുറ്റകൃത്യമല്ലാതിരിക്കാം, പിന്നീടായിരിക്കാം അങ്ങനെ ഒരു ഇഷ്യൂസ് ആവുന്നത്. എന്നാൽ മുൻകാല പ്രാബല്യത്തോടു കൂടി എന്ത് ചെയ്യാൻ പാടില്ല? ശിക്ഷിക്കാൻ പാടില്ല. ഒരു നിയമം എപ്പോഴാണോ നിലവിലിരിക്കുന്നത്, ഇപ്പൊ ഒരു ശിക്ഷ ഒരു കുറ്റത്തിന് ചെയ്യുമ്പോൾ ആ സമയത്തുള്ള ശിക്ഷ എന്താണോ, ആ ഒരു കുറ്റം ആ സമയത്ത് എന്താണോ ചെയ്തിരിക്കുന്നത് അതിനെയാണ് ശിക്ഷിക്കാൻ പാടുള്ളൂ. അല്ലാതെ മുൻകാല പ്രാബല്യത്തോടു കൂടിയ ശിക്ഷാവിധികൾ അവിടെ പാടില്ല. അതുപോലെ നോ കമ്പൽഷൻ ഫോർ സെൽഫ് ഇൻക്രിമിനേറ്റിംഗ് എവിഡൻസ്, ഒരാൾക്ക് അയാൾക്കെതിരെ തെളിവ് നൽകാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നിയമം അനുശാസിച്ചിരിക്കുന്ന ഒരു പണിഷ്മെന്റ് മാത്രമേ അയാൾക്ക് കൊടുക്കാൻ പാടുള്ളൂ, അതിലും കൂടുതൽ പണിഷ്മെന്റ് കൊടുക്കാനായിട്ട് പാടില്ല. ഇതാണ് ആർട്ടിക്കിൾ 20 വരുന്നത്. പിന്നെ ആർട്ടിക്കിൾ 21 അത് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിനെ സൂചിപ്പിക്കുന്നത്, നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ആർട്ടിക്കിൾ 21. ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ആണത്. അപ്പോ അവിടെ ഒരു നമ്മുടെ രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള പണിഷ്മെന്റ്സോ കാര്യങ്ങളോ ഒക്കെ ഒരാൾക്ക് കൊടുക്കാം, അത് അയാൾ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. അങ്ങനെ അല്ലാതെ ഒരാളുടെ ജീവനെയോ അല്ലെങ്കിൽ അയാളുടെ സ്വാതന്ത്ര്യത്തെയോ ഹനിക്കാനായിട്ട് ഇവിടെ ആർക്കും അധികാരമില്ല. ഇതാണ് ആർട്ടിക്കിൾ 21. അപ്പൊ 20യും 21 ക്ലിയർ അല്ലേ? പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മള് അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ എമർജൻസി എവിടെ നിന്നാണ് ഇന്ത്യ അഡോപ്റ്റഡ് എന്ന് ചോദിക്കാം. അപ്പൊ ചിലപ്പോൾ രാജ്യമാണ് തന്നേക്കണമെങ്കിൽ ജർമ്മനി എഴുതണം. അതേസമയം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ടെങ്കിൽ അതാണ് ആൻസർ വരിക. ഇനി ഇവിടെ 23യും 24 ആർട്ടിക്കിൾസ് നോക്കിയേക്കാം. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ് 23യും 24ഉം. 30, 31 ശ്രദ്ധിക്കുക. ഇവിടെ അത് ആർട്ടിക്കിൾ 29, 30 ഇത് രണ്ടും വരുന്നത് റിലീജിയസ് മൈനോറിറ്റീസിന്റെ റൈറ്റ് ആണ്. അവർക്ക് എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങൾ തുടങ്ങാം, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ റിലീജിയസ് മൈനോറിറ്റീസിന്റെ റൈറ്റ് ആണ് 29ലും 30യിലൊക്കെ വരുന്നത്. അസം 31 എന്ന് പറയുന്നത് സസ്പെൻഡഡ് ആണ്, ഇല്ല കേട്ടോ. അത് റൈറ്റ് ടു പ്രോപ്പർട്ടി ആയിരുന്നു, ഇപ്പൊ അത് ഇല്ല. അതായത് റൈറ്റ് ടു പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷെ അത് ആർട്ടിക്കിൾ 300A വരിക, അല്ലാതെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. ആർട്ടിക്കിൾസ് 12 to 35 അപ്പൊ ടോട്ടലി എന്താണ് പാർട്ട് 3യിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ആണ് ഇവിടെ ലാസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്, അതാണ് ഞാൻ വിശദീകരിച്ച് പറഞ്ഞത്. അടുത്തത്, ഫ്രം ദ ഫോളോയിങ് ഐഡന്റിഫൈ ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ടുക്ക് ഓവർ ബൈ ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബൈ ദ യൂസ് ഓഫ് ദ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് പോളിസി. ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദത്തവകാശ നിരോധന നിയമമാണ്. ലോർഡ് ഡൽഹൌസി കൊണ്ടുവന്നതാണ് ഇവിടെ. അതായത് ഒരു നാട്ടുരാജാവ് മരിക്കുമ്പോൾ അയാൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു ആൺകുട്ടി ഇല്ല എങ്കിൽ ദത്തെടുക്കാനായിട്ട് പാടില്ല. ദത്തെടുത്ത കുട്ടിക്ക് എന്തില്ല? അവകാശമില്ല. ഇദ്ദേഹം മരിക്കുമ്പോൾ ഒരു ലീഗൽ ഹെയർ, മെയിൽ ആയിട്ടുള്ള ഒരു ലീഗൽ ഹെയർ ഇല്ല എങ്കിൽ എന്താണ് അവിടെ ഈ പറയുന്ന
അവകാശം കിട്ടില്ല. ദത്തപുത്രന് എന്ത് ചെയ്യും? പകരം ഈ രാജ്യം ബ്രിട്ടീഷുകാരുടെ രാജ്യമായിട്ട് മാറും. ഇതാണ് അവിടെ കണ്ടന്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം ഓപ്ഷൻസ് ഒക്കെ സത്താറ, സംബൽപൂർ, ആർക്കോട്ട്, നാഗ്പൂരും. ഇത് ഓപ്ഷൻസ് ഒന്നും നോക്കണം തന്നെയില്ല. കാരണം ഇന്ത്യൻ ഹിസ്റ്ററി വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ എല്ലാ സ്ഥലവും എന്താണ് ബ്രിട്ടീഷുകാര് ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് പ്രകാരം അനക്സ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു നിയമമൊക്കെയാണ് പിന്നീട് 1857 റിവോൾട്ടിന് കാരണമായിട്ടുള്ള ഒരു അടിസ്ഥാന കാരണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ സത്താറ, സാമ്പൽപൂർ, ആർക്കോട്ട്, നാഗ്പൂർ എല്ലാം തന്നെ ഈ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് വെച്ചിട്ട് ബ്രിട്ടീഷുകാർ അനക്സ് ചെയ്തതാണ്. പിന്നെ അത് കൂടാണ്ട് ജയ്പൂര്, ഭഗത്ത്, ഉദയ്പൂര്, ഝാൻസി, താഞ്ചോർ. ജയ്പൂര്, ഭഗത്ത്, ഉദയ്പൂര്, പിന്നെ ഝാൻസി, താഞ്ചോർ. ജയ്പൂരാണ് കേട്ടോ സ്ഥലപ്പേര്. അപ്പോൾ ജയ്പൂർ, ഭഗത്, ഉദയ്പൂർ, ഝാൻസി, താഞ്ചോർ ഇത്രയും സ്ഥലങ്ങളും കൂടി ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് പ്രകാരം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തതാണ്? അനക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഈ നിയമം പിന്നീട് ഇത് ഡൽഹൌസി കൊണ്ടുവന്ന നിയമമാണ്. ലോർഡ് ഡൽഹൌസി നമ്മുടെ ഗവർണർ ജനറൽ ആയിരുന്നു. അപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന നിയമമാണിത്. പിന്നീട് ലോർഡ് കാനിങ് എന്ത് ചെയ്തു? ഈ പറയുന്ന നിയമം വിഡ്രോ ചെയ്തിട്ടുണ്ട്. കാരണം അത് ആളുകളുടെ ആ പ്രൊട്ടസ്റ്റ് കാരണം കൊണ്ട് പിന്നീട് ആ ഒരു 1857 റിവോൾട്ടും കാര്യങ്ങളൊക്കെ വരെയൊക്കെ ചെയ്തത് കൊണ്ട് ലോർഡ് കാനിങ് ഈ നിയമത്തെ പിൻവലിക്കുകയാണ് ഉണ്ടായത്. ഐഡന്റിഫൈ ദ കൺട്രീസ് വിച്ച് ബിലോങ് ടു ദ G7 ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ G7 ഗ്രൂപ്പിൽ പെട്ട രാജ്യങ്ങളെ തിരിച്ചറിയാം. ഈ G7 എന്ന് പറയുന്ന കുറച്ച് എക്കണോമിക്കലി വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. യൂറോപ്യൻ ഭാഗത്ത് അമേരിക്ക അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ G7 കൺട്രീസിന്റെ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇത് ശരിക്കും മുൻപ് G8 ആയിരുന്നു. കാരണം ഇവരുടെ ഈ കണ്ടന്റിനകത്ത് റഷ്യയും കൂടി മെമ്പർ ആയിരുന്നു. അതായത് റഷ്യനെ മാറ്റിയ ശേഷം ബാലൻസ് മെമ്പേഴ്സ് ആണ് G7 കിടക്കുന്നത്. അതുപോലെ യൂറോപ്യൻ യൂണിയൻ കൂടി ഇവരുടെ പാർട്ടാണ്. അതായത് യൂറോപ്യൻ യൂണിയൻ ഒരു നോൺ എന്യൂമറേറ്റഡ് മെമ്പർ ആണ് എവിടുത്തെ G7. അപ്പോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ചൈന, ജപ്പാൻ, ഇന്ത്യ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ചൈന, ഇന്ത്യ ഈ രാജ്യങ്ങളുടെ പേര് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അഡ്വാൻസ്ഡ് വെൽ ഡെവലപ്ഡ് രാജ്യങ്ങളല്ലാതെ. അപ്പൊ അതുകൊണ്ട് അവർ രണ്ടും എന്താണ് ഈ പറയുന്ന G7 ഭാഗമല്ല. അപ്പൊ ഇവിടെ ആൻസർ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ജപ്പാനും ആണ് വരിക. 1ഉം 3ഉം ആണ് വരിക കേട്ടോ. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങൾ G7 പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ കാനഡ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ഫ്രാൻസ്, യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ട് എന്നൊക്കെ ചിലപ്പോൾ തരും. അപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതുപോലെ യൂറോപ്യൻ യൂണിയൻ എന്താണ് ഒരു നോൺ എന്യൂമറേറ്റഡ് മെമ്പർ കൂടിയാണ് അവിടുത്തെ. അപ്പൊ 1975 ഫോം ചെയ്തതാണ്. അതുപോലെ 49th സമ്മിറ്റ് ഇതിന്റെ നടന്നേക്കുന്നത് 2023 ആ ജപ്പാനിലാണ്. 2024 ഈ സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് ഇറ്റലിയാണ്. അപ്പൊ അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഏത് 2023 ജപ്പാനിൽ വെച്ചായിരുന്നു. അത് 49ാമത്തെ സമ്മേളനമാണ് G7 നടന്നിട്ടുള്ളത്. അതുപോലെ 50th സമ്മിറ്റ് വരുന്നത് G7 എവിടെയാ? ഇറ്റലിയിലാണ്. 2024 നമ്മുടെ ഈ കൊല്ലം. അടുത്ത സെറ്റ് എക്സാം വരുമ്പോൾ ചിലപ്പോൾ അതായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് എൻവയോൺമെന്റൽ മൂവ്മെന്റ് ഇൻ ഇന്ത്യ. അപ്പൊ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടതാണ് ചിപ്കോ മൂവ്മെന്റ്, അതുപോലെ പിക്കോ മൂവ്മെന്റ്, നവധാന്യ അല്ലെ, പല പേരുകൾ കണ്ടു. നർമ്മദ ബച്ചാവോ ആന്തോളൻ, സൈലന്റ് വാലിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ്, തെഹ്രി ഡാം കോൺഫ്ലിക്ട്, അങ്ങനെ പല പേരുകൾ കണ്ടു. ഇതില് ഇന്ത്യയില് വന്നിട്ടുള്ള ആദ്യത്തെ ഒരു മൂവ്മെന്റ്, അതായത് രാജസ്ഥാൻ ഭാഗത്താണ് വൈഷ്ണോയി മൂവ്മെന്റ് എന്ന് പറയും. അമൃതാദേവി എന്ന് പറയുന്ന ലേഡിയുടെ കീഴിലാണ് ഈ പറയുന്ന മൂവ്മെന്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് രാജാക്കന്മാര് വന്നിട്ട് മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്ന അല്ലെങ്കിൽ മരങ്ങൾ വെട്ടിക്കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം. അതായത് രാജാക്കന്മാര് ജോലിക്കാരെ വിട്ട് അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് മരങ്ങൾ വെട്ടിക്കൊണ്ടുപോകുന്ന ഒരു രീതി വന്നപ്പോൾ ആ ഭാഗത്തുള്ള അമൃതാദേവി എന്ന് പറഞ്ഞ ലേഡി ആൾക്കാരും കൂടി അത് എതിർത്തു. അതാണ് ഈ പറയുന്ന വൈഷ്ണോയി മൂവ്മെന്റ് എന്ന് പറയുന്നത്. നമ്പർ 8, മാച്ച് ദ ഫോളോയിങ് ലിസ്റ്റ് 1 ഇന്റർനാഷണൽ കൺവെൻഷൻസ് ആൻഡ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് വിത്ത് ലിസ്റ്റ് 2 ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്സ്. അഗെയിൻ എൻവയോൺമെന്റിൽ നിന്ന് തന്നെയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതും മാച്ച് ദ ഫോളോയിങ് ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല. അപ്പൊ ഇത്ര സമയം എടുക്കുക, നോക്കി മാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്റ്റോക്ക്ഹോം കൺവെൻഷൻ, റംസാർ കൺവെൻഷൻ, വിയന്ന കൺവെൻഷൻ, ബേസൽ കൺവെൻഷൻ, അത്രയും പോയിന്റ് ശ്രദ്ധിക്കുക. അപ്പൊ ഇത് ഓരോന്നും എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? ആ ഒരു ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇയർ നമുക്ക് കറക്റ്റ് ആയിട്ട് ഓർത്തു പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ഇപ്പൊ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക, 2001 ആണ്. അതേസമയം നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ എൻവയോൺമെന്റ് റിലേറ്റഡ് പോയിന്റുകൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഉണ്ട്, അത് 1972 ആണ്. അത് വേറെ. അതിന്റെ പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം 2001 നടന്നിട്ടുള്ള ഒന്നാണ് എന്ത്? സ്റ്റോക്ക്ഹോം
കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി വെച്ചാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് പോവാം. റംസാർ കൺവെൻഷൻ വെറ്റ്ലാൻഡ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളതാണ്. 1971 ഇറാനിലാണ് ഈ റംസാർ. പിന്നെ അപ്പൊ ഇതുപോലെ ഈ ബേസൽ കൺവെൻഷൻ എന്താണത്? അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് ഹസാഡസ് വേസ്റ്റുകൾ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന ഒരു രീതി വലിയ വലിയ രാജ്യങ്ങൾക്കുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ബേസൽ കൺവെൻഷൻ അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റി വന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ A4B3 C1 D2 ഇയേഴ്സ് മാച്ച് ചെയ്ത് പോകുക. വളരെ കോമൺലി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ട്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് എക്സാമിന് ഇനി അടുത്തതിൽ വരാവുന്ന അല്ലെങ്കിൽ എപ്പോഴും സെറ്റിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അത് അവർ കോമൺ ഫ്യൂച്ചർ എന്ന് അറിയപ്പെടുന്ന ഒരു കാര്യമാണ്. അത് എന്താ പറയാ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് അതിൽ പ്രധാനമായിട്ടും വിശദീകരിച്ചിരിക്കുന്നത്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, അതുപോലെ റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സസ് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കൺസർവ് ചെയ്യണം. അത്തരം കാര്യങ്ങളൊക്കെയാണ് ബേസൽ ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ പറ്റിയിട്ട്. മെയിൻലി സ്റ്റോക്ക്ഹോം കോൺഫറൻസ് 1972, പക്ഷെ അതല്ല സ്റ്റോക്ക്ഹോം കൺവെൻഷൻ. അത് രണ്ടും 2 ഇയർ ആണ്, ശ്രദ്ധിക്കുക. അത് എന്താണ്, ഹ്യൂമൻ ഹെൽത്തും എൻവയോൺമെന്റ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, അതായത് ഓർഗാനിക് പൊല്യൂട്ടൻസ് കാരണം കൊണ്ടുണ്ടാകുന്ന ഹ്യൂമൻ ഹെൽത്ത് എൻവയോൺമെന്റൽ ഇഷ്യൂസ് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ. സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഏറ്റവും ആദ്യമായിട്ട് ഈ ഗ്ലോബൽ അജണ്ട ആയിട്ട് തന്നെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്തത് സ്റ്റോക്ക്ഹോം കോൺഫറൻസിലാണ്. അത് 1972 ആണ്. പിന്നെ മോൺട്രിയൽ പ്രോട്ടോകോൾ, അതൊരു ഇന്റർനാഷണൽ ട്രീറ്റി ആണ്. അത് ഓസോൺ ലെയർ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഓസോൺ ഡിപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എമിഷൻസ് രാജ്യങ്ങൾ കുറയ്ക്കുക, എന്നാലാണല്ലോ ഓസോണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് 1987 വന്നിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് ബേസൽ കൺവെൻഷൻ. ഈ ഹസാഡസ് വേസ്റ്റുകൾ ട്രാൻസ്ബൗണ്ടറി മൂവ്മെന്റ് നടത്തുന്നതിന് എതിരായിട്ടുള്ള ഒന്നാണ് ബേസൽ കൺവെൻഷൻ. സാധാരണ ഡെവലപ്ഡ് കൺട്രീസ് എപ്പോഴും അവരുടെ കീഴിലുള്ള അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് ഹസാഡസ് വേസ്റ്റുകൾ ഡംപ് ചെയ്ത് തള്ളിക്കളയാറുണ്ട്. ആ വേസ്റ്റ് ഡിസ്പോസലിന് അവരുടെ പ്ലേസസ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ്. ഇനി ക്യോട്ടോ പ്രോട്ടോകോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാം റിപ്പീറ്റ് ആണ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതും വരാം. 1997 ആണ്. അത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിന്റെ ഒരു ലിമിറ്റേഷൻ, കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഗ്യാസസിന്റെ എമിഷന് ലിമിറ്റേഷൻ വെക്കുന്ന ഒന്നാണ്. റംസാർ കൺവെൻഷൻ വി നോ കൺസർവിംഗ് വെറ്റ്ലാൻഡ്സ് ആണ്. അതുപോലെ ക്യോട്ടോ പ്രോട്ടോകോള് ഒരു 2012 അവസാനിച്ചായിരുന്നു. പാരീസ് ട്രീറ്റി അതിന് പകരമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ പീസ് അതൊരു സംഘടനയാണ്, ആംസ്റ്റർഡാം ഹെഡ് ഓഫീസ് ആയിട്ടുള്ള, 1971 സ്ഥാപിതമാണ്. പിന്നെ അതുപോലെ ഈ പറയുന്നത് ഓസോൺ ലെയർ പ്രൊട്ടക്ട് ചെയ്യുക, ബ്ലൂ വെയിലിനെ പ്രൊട്ടക്ട് ചെയ്യാം, ആറ്റോമിക് ത്രെറ്റിനെ തടയുക, ഇത്തരം കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ സംഘടന നോക്കി നടത്തുന്നത്. അപ്പൊ കുറച്ചധികം എൻവയോൺമെന്റൽ റിലേറ്റഡ് പോയിന്റ്സ് നമ്മൾ പഠിച്ചു. ഉറപ്പായിട്ട് ഇതിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് സെറ്റ് എക്സാമിന് GK ചോദ്യം പ്രതീക്ഷിക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് അധികം ചോദ്യങ്ങളും ഉത്തരങ്ങളും പോയിന്റുകളും ഇന്ന് ഡിസ്കസ് ചെയ്തു. നോട്ട് ഇല്ലാത്തവര് ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതി വെക്കുക. കണ്ടന്റ് എക്സ്ട്രാ പോയിന്റ്സ് പറഞ്ഞത് എഴുതി വെക്കുക. നമുക്കിത് ഇനിയും കുറച്ചുകൂടി GK ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.